കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഇന്നിപ്പോൾ എന്താ പറയുക, സഹസ്രകലശവും ബ്രഹ്മകലശവും കഴിഞ്ഞ് വളരെ ശക്തി ഏറിയിട്ടുള്ള സമയമാണ് ഗുരുവായൂരപ്പനെ. അപ്പോൾ അവിടെ ആ ചൈതന്യത്തെ നമ്മളൊന്ന് പോയി കാണുക എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തരമായൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നിൽക്കണമെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി തൊഴുത് നോക്കാം, തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. നാളെ ഇപ്പോൾ ആനയോട്ടമാണ്. മഞ്ജുളാലിൻ്റെ അവിടെ നിന്നാണ് ആനയോട്ടം തുടങ്ങുക. ഏകദേശം 3 മണി സമയമാണ് തുടങ്ങാനുള്ള സമയം. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആനയോട്ടം കാണാനുള്ളവരൊക്കെ എത്തുക, അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൊടിയേറുന്നതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഭഗവാനെ കാണാനായിട്ട് പോവാം. മഞ്ജുളാലിനെ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്ത് വന്ന് അപ്പോൾ നമുക്ക് ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ആ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ കെടാവിളക്കൊക്കെ കണ്ട് തൊഴാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ തിളക്കാണ് കേട്ടോ, ഭയങ്കര തിളക്കം. എന്ത് രസമാണെന്നറിയോ, ആകെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താ, ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, 2 കാൽപാദങ്ങൾ കാണാണ്ട്. കുറച്ച് വലിയ കാൽപാദമാണ്. ഇന്നിപ്പോൾ ഉണ്ണിയൊന്നുമല്ല കേട്ടോ, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മഞ്ഞപ്പട്ട് അങ്ങനെ ഞൊറിഞ്ഞെടുത്ത മാതിരി കാണാണ്ട് പാളത്താറ് പോലെ. പിന്നെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കഴുത്തിലൊരു വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, ഒരു മുല്ലമൊട്ട് മാല, പിന്നെ ഒരു ഗോപീതിലകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് ചതുർബാഹുവായ, അതായത് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഗുരുവായൂരപ്പനായിട്ട് തന്നെയാണ്, ചതുർബാഹുവായിട്ട് നാരായണനായിട്ടാണ് ഇന്നത്തെ കളഭാലങ്കാരം. വളരെ മനോഹരം. അപ്പോൾ നോക്കുമ്പോൾ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല തേജസ്, നല്ല പുഞ്ചിരി, ആ ഒരു കാഴ്ച എന്തൊരു രസമാണെന്നറിയോ. തിരുനെറ്റിയിലാണെങ്കിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചെവിപ്പൂക്കൾക്ക് പകരമായിട്ട് 2 ഗോപീതിലകം. പിന്നെ എങ്ങനെ നോക്കിയാലോ മുകളിലേക്ക് എങ്ങനെ നോക്കിയാൽ സ്വർണത്തിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ചതുർബാഹു അല്ലേ, അപ്പോൾ ആ 4 കൈകളിലും ശംഖ്, ചക്രം, ഗദ, പത്മം എല്ലാം സ്വർണത്തിൻ്റെ. അതാണ് ഇത്ര തിളക്കട്ടോ. അതായത് ശംഖും സ്വർണത്തിൻ്റെ, ഗദ അടക്കം സ്വർണത്തിൻ്റെ, പത്മവും സ്വർണത്തിൻ്റെ, എല്ലാ ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. ആ മുഖത്തും അതേപോലെ ചെവിയിലും മാറത്തൊക്കെ ഉള്ള എന്താ പറയുക ഗോപീതിലകങ്ങൾ, അത് അതിലേറെ തിളങ്ങുക. അപ്പോൾ എല്ലാം കൊണ്ടും, പിന്നെ ഉണ്ണിയുടെ പുഞ്ചിരിയാണെങ്കിലോ അത് അതിമനോഹരം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഉണ്ണിയുടെ ചൈതന്യമാണല്ലോ, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആ ഉണ്ണിയായിട്ടാണല്ലോ നമ്മളെ കാണുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച അതിമനോഹരം. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടിമാല ഉണ്ട്. എന്താ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയുമായിട്ട് ഇങ്ങനെയുള്ളതും, വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ടുള്ളതും, അതേപോലെ തന്നെ 3 എണ്ണം. പിന്നെ അതേപോലെ ഉണ്ടമാലയാണെങ്കിൽ 1 എണ്ണം ഉള്ളത്. ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവാണ് കൂടുതൽ, പിന്നെ കുറച്ച് തെച്ചി, പിന്നെ കുറച്ച് തുളസി, പിന്നെ വീണ്ടും വെളുത്ത പൂവ് കൂടുതൽ, അങ്ങനെ. അപ്പോൾ ആ വെളുപ്പ് ഇന്ന് തിളക്കും വെളുപ്പും കൂടിയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. മുകളിൽ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അത് ഏറ്റവും കണ്ണന് ഇഷ്ടപ്പെട്ട തുളസിയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ തെച്ചിയുണ്ട്, താമരയൊക്കെ പാടും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണിത് എന്ന്
അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇനി ഉത്സവ നാളുകളാണ്, അപ്പോൾ എല്ലാവർക്കും അവിടെ എത്താൻ, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്താൻ, ഇവിടെ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം ഒരു നേരെയെങ്കിലും വന്നിട്ടൊന്ന് തൊഴാൻ കഴിഞ്ഞാൽ അത്രയ്ക്കും മനോഹരം. ഇനി അഥവാ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും എത്തുക എന്നാണ്. അപ്പോൾ നമ്മൾ നിത്യേന മനസ്സുകൊണ്ട് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇതേമാതിരി കുറച്ചും കൂടി വളരെ എന്താ പറയുക, വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് എന്ന് മാത്രം. അങ്ങനെ നമ്മൾ തൊഴുത് അവിടുന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലെ കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് വരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തൊലാടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി നേരെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അപ്പോൾ അത് കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വന്ന് ശ്രീകൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമീനെ വന്ന് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ്റെ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ നൃത്താറയും മണിക്കിണറും അതേപോലെ മുളയാറയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നേരെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തിയിട്ട് അമ്മയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പം മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഉണ്ണീനെ ഒന്നുകൂടി കണ്ടു തൊഴാം, ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട്. പിന്നെ കൂത്തമ്പലത്തിൽ വന്ന് അവിടെയും കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ നമ്മൾ വീണ്ടും അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണം ചെയ്തു വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നേരെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. മറ്റ് വിഗ്രഹങ്ങളും ധാരാളം ഉണ്ട്, അവിടെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.